ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പാസിംഗ് എൻ അറേ ആസ് എ പാരാമീറ്റർ ആണ്. സോ പാസിംഗ് എൻ അറേ ആസ് എ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മൾ ഒരു പാരാമീറ്റർ നമ്മളിപ്പം ഇൻറ്റ് ആഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഇപ്പം ഇൻറ്റ് എ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കും. ഇപ്പം ഒരു അറേനെ ഞാൻ പാരാമീറ്ററായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. സോ ഇവിടെ നമ്മൾ നമ്മുടെ ആർഗ്യുമെൻറ്റിനെ പാസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അറേയുടെ നെയിം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറേയുടെ ടൈപ്പും സൈസ് ഓഫ് ദി അറേ നമ്മൾക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ബോക്സ് പോലെ നമുക്ക് എഴുതി വെച്ചാൽ മാത്രം മതി. നമ്മുടെ അറേയുടെ നെയിമും അതിനെ ഇങ്ങനെ അറേയാണെന്ന് നമുക്ക് സിസ്റ്റത്തിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോക്സസ് ഇട്ട് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ആക്ച്വലി എ ഫങ്ഷൻ ടു സോർട്ട് എൻ അറേ. സോർട്ടിങ് എൻ അറേ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ബബിൾ സോർട്ടാണ്. ബബിൾ സോർട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബബിൾ സോർട്ടിൽ ഫെമിലിയർ ആണ് എന്നുള്ളത് എനിക്കറിയാം. ജസ്റ്റ് ഇവിടെ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള അറേ നമ്മൾ പാസിങ് ചെയ്യുവാണ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ അതേ അറേനെ തന്നെയാണ് നമ്മൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊരു ഡിഫറൻസും ഇല്ല. ഇവിടെ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ ഡിഫറൻസ്, നമ്മൾ സോർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നെയിം എടുത്തു. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ അറേ എനെ പാസ് ചെയ്യുവാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഇൻറ്റീജറിനെ പാസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് റിട്ടേൺ ടൈപ്പ് ചെയ്യാൻ ഒരു ഇൻറ്റീജർ അറേയാണ് എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡൺ ഇൻ ദിസ് വേ. ഇനി ഞാനിവിടെ എഴുതുമ്പോഴത്തേനും വാട്ട് ഐ വിൽ ഡു, കാരണം എനിക്കൊരു അറേ എ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ ഇപ്പം നോക്കിയത്. എന്താണ് എൻ്റെ ഫംഗ്ഷൻ? സോർട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ ഇതിനകത്ത് നോക്കിയത്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ യൂസറിൻ്റെ ഇപ്പോൾ മെയിൻ ഫംഗ്ഷനാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. നമ്മൾ യൂസറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ അറേയിലോട്ട് എലിമെൻസിനെ കയറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അറേ എനെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എനിക്ക് ബ്രാക്കറ്റ്സ് ഇല്ല, ഇതിൽ സൈസ് ഇല്ല, ഇതിൽ വേറെ ഒന്നുമില്ല. ഐ എം ജസ്റ്റ് പാസിങ് മൈ അറേ എ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഡിക്ലറേഷൻ്റെ സമയത്ത് നമ്മളിവിടെ ബ്രാക്കറ്റ്സ് ഇടുന്നുണ്ട്. എന്നാൽ നമ്മൾ കോൾ ചെയ്യുന്നു, നമുക്ക് റിട്ടേൺ ചെയ്യുന്നതിന് സോർട്ട് ചെയ്ത അറേനെ ഞാനിവിടെ റിട്ടേൺ ചെയ്താണ് കിട്ടുന്നത്. ഓക്കെ, സോ എഗെയിൻ ഒന്നുകൂടെ നോക്കാം. മെയിൻ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്തു, ഒരു അറേ എ. ഓക്കെ, ഈ അറേയിൽ 3 എലിമെൻറ്റ്സ് ഉണ്ട്, 3, 1 and 2. ഓക്കെ, ഇതിനെ ഞാനിവിടെ യൂസറിൻ്റെ ഇത് യൂസ് ചെയ്ത് ഇൻപുട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സോർട്ട് വെച്ച് കോൾ ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ സോർട്ട് ഫംഗ്ഷനിലോട്ട് ഇത് പോവുകയാണ്. ഓക്കെ, ഇവിടെ എൻ്റെ സോർട്ട് ഫംഗ്ഷനകത്തോട്ട് എൻ്റെ അറേ എ പോവുകയാണ്. അറേ എന്താണ്? 3, 1 and 2. അപ്പോൾ ഇവിടെ ഞാൻ ബബിൾ സോർട്ടാണ് താഴെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എൻ്റെ അറേ സോർട്ടഡ് ആയിട്ട് എനിക്ക് കിട്ടും. സോ എൻ്റെ എ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1, 2 and 3. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എനെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. സോ എ വിൽ ബി പ്രിൻറ്റഡ് ഹിയർ. അപ്പം കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അത് അത്രയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റൈറ്റ് എ പ്രോഗ്രാം ടു സോർട്ട് ദ മെട്രിക്സ് റോ വൈസ് ഇതിനെ സോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളിവിടെ എന്താണ് എഗെയിൻ വാട്ട് ആർ വി ഡൂയിങ്? വി ആർ എഗെയിൻ ഡൂയിങ് ദ സെയിം തിങ്. അതായത് നമ്മൾ എന്താണ്, നമ്മളുടെ ബബിൾ സോർട്ട് തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ സോർട്ടിങ് അൽഗോറിതം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ഫാക്ടോറിയൽ യൂസ് ചെയ്തില്ല, അതുപോലെ തന്നെ നമ്മൾക്കൊരു സോർട്ടിങ് അൽഗോറിതമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെയിം സാധനമാണ്, നമുക്ക് ചേഞ്ച് വരുന്ന എപ്പോഴും മെയിൻ ഫംഗ്ഷനിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾക്ക് 2 dimension ആയിട്ടുള്ള അറേനെ നമ്മൾ സിംഗിൾ ഡയമെൻഷനായിട്ട് നമ്മളിതിനെ സോർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ സിംഗിൾ ഡയമെൻഷന് നമ്മളിവിടെ ഐ യൂസ് ചെയ്ത് മാത്രം ഇവരെ സോർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇതിനെ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം. സോ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചോദിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പം നിങ്ങൾ പറ്റുന്നത്രയും 1 dimensional അറേ തറവാക്കി പഠിക്കുക. 2 dimensionൽ നിന്ന് ക്വസ്റ്റ്യൻസേ വരത്തില്ലെന്നല്ല, കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യാനായിരിക്കും. അപ്പോൾ പിന്നെ ബൈ ചാൻസ് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം, ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ടാലൻറ്റ്, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു എത്രമാത്രം മനസ്സിലായി എന്നുള്ളതാണ് ആ ഒരു ഏരിയയിൽ നിന്നും എടുക്കുന്നത്. സോ അപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ബട്ട് ഡോണ്ട് സ്കിപ്പ് എനിത്തിങ്. ഓക്കെ, പ്രയോറിറ്റി ബേസിസിൽ പഠിക്കാൻ നോക്കുക. അടുത്ത നമ്മൾ പാസിങ് 2D അറേ ആസ് എ പാരാമീറ്റർ. സോ 1D വരുമ്പോഴത്തേനും 1 dimensional അറേ വരുമ്പോഴത്തേനും നമ്മൾ സിംഗിളായിട്ടാണ് നമ്മൾ അതിന് ബ്രാക്കറ്റ് ഇട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ 2 dimensional വരുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വി നീഡ് ടു പാസ് 2D മെട്രിക്സ് ആസ് എ പാരാമീറ്റർ ആൻഡ് ഫൈൻഡ് ദ സം ഓഫ് ഓൾ എലമെൻറ്റ്സ്. ഈ ഒരു പ്രോഗ്രാം സം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതിനെ ഞാനൊരു സെപ്പറേറ്റ് ഫംഗ്ഷനാക്കി എഴുതുവാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി എന്താണ്, ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വീണ്ടും പഠിക്കുന്നത്. ഇതിനകത്ത് ഇത്ര ഡിഫറൻസേ ഉള്ളൂ, നമ്മൾ എന്താണ് വീണ്ടും അതിനൊന്ന് റീസ്ട്രക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വൺ ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിലും സെക്കൻഡ് വൺ ബ്ലാങ്ക് അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ സെക്കൻഡ് വണ്ണിൻ്റെ എന്താണ് ലിമിറ്റൊക്കെ കറക്റ്റായിട്ട് കൊടുത്തേക്കണം. അപ്പം സമ്മ് കണ്ടുപിടിച്ചു, അതൊക്കെ കറക്റ്റാണ്. നമ്മൾ മെട്രിക്സിൻ്റെ ഓർഡർ ചോദിക്കുന്നു, നമ്മൾ എലമെൻറ്റ്സിനെ 2D മെട്രിക്സിലോട്ട് എൻ്റർ ചെയ്യുന്നു, ഇതിനെ ഞാൻ കോൾ ചെയ്യുന്നു. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ദ സം ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓൾറെഡി ഈ ഒരു സംഭവം, ഈ ഒരു ഫംഗ്ഷൻ ഞാൻ റൺ ചെയ്ത് എനിക്കിവിടെ യൂസറിന് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് സാധിക്കും. സോ അത്ര ഈസിയാണ് നമ്മളുടെ 2 ഡയമെൻഷണൽ അറേനെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നത്. സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മോഡുലറായിട്ട് എഴുതുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.